ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അങ്ങനെ നമ്മുടെ സാന്ത്വനം 2-ൻ്റെ പുതിയ ഇനി വരാനിരിക്കുന്ന ഒരു വിശേഷത്തെക്കുറിച്ച് നമുക്കൊന്ന് കേട്ടാലോ. അങ്ങനെ പാവട്ടോ നമ്മുടെ അനുമോളുടെ കല്യാണമൊക്കെ മുടക്കാൻ വേണ്ടി അലോക് ഭയങ്കരമായിട്ട് പല പദ്ധതികളും ആസൂത്രണം ചെയ്ത് പലതും ചെയ്യുന്നുണ്ട് കേട്ടോ. പാവം ബാലനും നമ്മുടെ ഗോമതിയൊക്കെ ആണെങ്കിൽ ഇത് ഈ മകളെ കാണാനില്ലാത്തതിൻ്റെ സങ്കടവും അതുപോലെ തന്നെ ജീവനും ഫാമിലിയും അമ്പലത്തിൽ വന്ന് നിൽക്കണു. മുഹൂർത്തം എല്ലാം കഴിഞ്ഞു. ഇനി എന്താ അവരോട് എന്താ പറയുക അല്ലേ? അവരെ എന്ത് പറഞ്ഞാൽ മനസ്സിലാക്കിപ്പിക്കുക? തൻ്റെ മോളെ വിവാഹ തലേന്ന് തൊട്ട് കാണാനില്ല എന്ന് പറയണോ? ബാലന് ആകെ ടെൻഷനാണ്. എന്ത് ചെയ്യണോ? അല്ലെങ്കിൽ അവരോടൊക്കെ എന്ത് പറയും? വന്ന ആളുകളോട് എന്ത് പറയും? തൻ്റെ കുടുംബം നേരിടേണ്ടി വരുന്ന അത്രയും വലിയൊരു ഭവിഷ്യത്തിനെ കുറിച്ച് ഓർത്ത് ഗോമതിക്കും ബാലനും അതുപോലെ തന്നെ നമ്മുടെ ആകാശിനും ആനന്ദിനും ധർമ്മനും ജീവനും ഒക്കെ ഭയങ്കര സങ്കടമായിട്ടിരിക്കുകയാണ്. അവർക്കൊരു പിടുത്തം കിട്ടൽ ആകെ ഒരു വെപ്രാളമാണ്. ആ സമയത്താണ് നമ്മുടെ അലോകിൻ്റെ പദ്ധതികളുമായിട്ട് അലോക് ഇരിക്കണം. കാരണം ജീവനും കുടുംബവും അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. പക്ഷേ അനു എല്ലാം മനസ്സിൽ കണക്ക് കൂട്ടി തന്നെ ഇരിക്കണം. കാരണം എന്തായാലും തനിക്കിനി ജീവനെ കിട്ടില്ല എന്നുള്ളൊരു തോന്നൽ അനുവിന് മനസ്സിലായിട്ടുണ്ട്. കാരണം ഈ അലോക് ചെയ്യുന്നതും അലോക് പറയുന്നതും കാര്യങ്ങൾ വെച്ചിട്ട്. കാരണം ഇനിയിപ്പോൾ ജീവനും കുടുംബവും അച്ഛനും അമ്മയും അവർ ബന്ധുക്കളെല്ലാവരും കൂടെ വീട്ടിൽ എന്നെ കാണാഞ്ഞിട്ട് മുഹൂർത്ത സമയം കഴിയുമ്പോൾ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും വരും. ഈ വരുന്ന സമയത്ത് അലോക് ചെന്നിട്ട് പല പദ്ധതികൾ പറയണം. എന്താണ്? അതായത് തലേ ദിവസം എന്നെ അനു കാണാൻ വന്നു എന്നും അനു വന്നിട്ട് എനിക്ക് അലോക് ഇല്ലാണ്ട് പറ്റില്ല, അലോകിനെ എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് മറക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ അവളെ പറഞ്ഞു കുറേ മനസ്സിലാക്കാൻ ശ്രമിച്ചു, എനിക്ക് ഭ്രാന്ത് പിടിച്ചു, അപ്പോൾ ഞാൻ അവളെ നിങ്ങളുടെ മുന്നിൽ തിരിച്ചു കൊണ്ടുവന്നു എന്നൊക്കെയുള്ള പദ്ധതിയായിട്ടാണ് വന്നത്. പക്ഷേ അലോക് വേറെയും പദ്ധതി ആസൂത്രണം ചെയ്തു. ഒരു താലി കഴുത്തി കെട്ടി എവളെ ഞാൻ കെട്ടിയെന്നും പറഞ്ഞുള്ള രീതിയിൽ ഒരു താലിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അലോക് ആലോചിച്ചപ്പോഴത്തേക്ക് എവളെ കെട്ടി എൻ്റെ ലൈഫ് എന്തിനാണ് കളയണത്? അതിൻ്റെ ആവശ്യം എനിക്കില്ലല്ലോ. അപ്പോൾ അതിന് പകരം എനിക്ക് നല്ല കോടീശ്വരിയായ ഒരു പെണ്ണിൻ്റെ കല്യാണം വന്നിട്ടുണ്ട്, അതും കെട്ടി കോടികൾ അമ്മാനമാടിക്കൊണ്ട് എനിക്ക് ഇരുന്നൂടെ എന്നൊക്കെ ഉള്ളൊരു ചിന്ത അലോകിന് വരെയാണ്. അങ്ങനെയാണ് അലോക് ഐഡിയ മാറ്റിയത്. ഐഡിയ മാറ്റിയിട്ട് എന്ത് ചെയ്തു? നേരെ നമ്മുടെ അനുവിനെ കൊണ്ടുവന്ന് അനുവിനെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ തിരിച്ചു കൊണ്ടുവരികയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി മൊത്തം എൻ്റെ കൂടെയൊക്കെ ആയിരുന്നു എന്നുള്ളതും ജീവൻ്റെ അടുത്ത് പറഞ്ഞ് ജീവൻ്റെ ഉള്ളിലൊരു ഒരു എന്താണ് ഒരു നെഗറ്റീവ്നെസ് അനുവിനെ കുറിച്ച് വരുത്തി തീർക്കുക എന്നുള്ളതാണ് അലോകിൻ്റെ ഒരു ഐഡിയ ആയിരുന്നത്. അങ്ങനെ അലോക് ഈ ജീവനും ജീവൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും അമ്പലത്തിൽ ഇവരെ കാണാഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ച് വന്നു. ഇവരെ വീട്ടിൽ വരെയാണ്. വന്ന സമയത്ത് മോൾ എന്തെന്ന് ചോദിക്കുമ്പോൾ ഇവർ പല മുടന്ത ന്യായങ്ങൾ പറയണം. ബാലനെ എന്ത് പറയണമെന്ന് അറിഞ്ഞില്ല. അപ്പോൾ ഗോമതി പറയുന്നുണ്ട് മോൾ ഇപ്പം വരും, അതാണ് ഇതാണെന്ന്. പക്ഷേ ആ ജീവൻ്റെ ഒരു അമ്മാവൻ സുധാകരൻ പറയുന്നുണ്ട് നിങ്ങൾ തുടക്കം തൊട്ടേ ഇന്നത്തെ ദിവസം നിങ്ങൾ കുറേ കള്ളത്തരങ്ങൾ പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ എന്താണ് നടന്നത്, ഈ പെൺകുട്ടി ഇവിടെ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. പക്ഷേ ജീവൻ്റെ അമ്മയും വിട്ടുകൊടുക്കുന്നില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഉള്ള സത്യം പറയുക, മകൾ ഇവിടെ ഇല്ലേന്ന് പറയും. അപ്പോഴാണ് ജീവനും ജീവൻ്റെ ഫാമിലി അറിയണത് അനുമോൾ ഇവിടെ, അനുശ്രീ ഇവിടെ ഇല്ല എന്നുള്ള കാര്യം അവരറിഞ്ഞു കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ബാലൻ പറഞ്ഞു അനുമോളെ രാവിലെ മുതൽ കാണാനില്ല, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ ജീവ, നീ വിളിക്കുമ്പോഴും ഞാൻ ആ കോൾ എടുത്തിട്ട് എന്താ പറയേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയണത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അലോക് ലാൻഡ് ചെയ്യണത്. അലോക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു യുദ്ധപ്രളയമാണ് കേട്ടോ. വന്നു കഴിഞ്ഞിട്ട് ആനന്ദും ജീവനും ധർമ്മനും ഉൾപ്പെടെ നമ്മുടെ ഗോമതി ഉൾപ്പെടെ അലോകിനെ അലക്കി മരിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ മകൾ എന്തേ. അപ്പോഴേ അലോക് ആദ്യമൊന്നും ആടി കൊണ്ടുകൊണ്ടിരിക്കണം, അല്ലാണ്ട് ഒന്നും ചെയ്യില്ല. അപ്പോഴേക്കും നമ്മുടെ പിന്നെ അലോകിൻ്റെ അച്ഛനും അമ്മയും മറ്റ് അവർ എല്ലാവരും വരെയാണ്. കൃഷ്ണമംഗലത്തിൽ നിന്നുള്ള എല്ലാവരും ഓടിയെത്തുകയാണ് കേട്ടോ. ഇന്ദിരാമയില്ല, ബാക്കി ഒരു ആണുങ്ങളും അലോകിൻ്റെ അമ്മയും വലിയച്ഛനും ഒക്കെ വരെയാണ്. അപ്പോൾ എല്ലാവരും വന്നു കഴിഞ്ഞിട്ട് അലോകിനെ തല്ലെന്ന് കണ്ടിട്ട് അവർ പിടിച്ചു മാറ്റാനൊക്കെ പോവുകയാണ്. മറ്റേ അച്യുതനും മറ്റേ ആളും എല്ലാവരും കൂടെ ചേർന്നിട്ട്. അങ്ങനെ അവർ അലോകിനെ പിടിച്ചു മാറ്റിയെങ്കിലും ആനന്ദൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ അനിയത്തി എവിടെയാണ്, അവൾ എന്തിടാം. അപ്പോൾ അലോക് പറയുന്ന ഡയലോഗ് കേട്ടിട്ട് അവരൊക്കെ അന്തം വിടാണ്. കാരണം ഒരിക്കലും അനുമോൾ അങ്ങനെ ചെയ്യില്ല എന്നുള്ള കാര്യം അലോക് ഒരിക്കലും സമ്മതിക്കില്ല. അപ്പം ഇതിൻ്റെ ഇടയിൽ അലോകിനിട്ട് പണി കൊടുക്കാൻ വേണ്ടി അനുമോൾ ചെറിയ പദ്ധതി ആസൂത്രണം ചെയ്തു. എന്തായാലും തൻ്റെ ജീവിതം പോയി, ഇനിയിപ്പോൾ അങ്ങനെ വിട്ടു
വിട്ടുകൊടുക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി എന്തായാലും വേറൊന്നുമല്ല, ഇനി താൻ ആ അലോക് കയ്യിൽ കരുതിയിരുന്ന താലിമല ആ ഫ്രണ്ട് സീറ്റിൽ തന്നെ മൊബൈലിൻ്റെ പുറത്ത് വെച്ചേക്കാണ്. അതെങ്ങനെയെങ്കിലും അലോകിൻ്റെ കണ്ണ് വെട്ടിച്ച് എടുക്കണമെന്നുള്ളൊരു ചിന്തയിലൊക്കെ ഇരുന്ന് അനുമോൾ അത് അലോക് അറിയാണ്ട് തന്നെ നേരത്തെ കൂട്ടി അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അലോകിനെ അടിച്ച് കുറേ കാര്യങ്ങൾ ഇവരൊക്കെ ചോദിക്കുന്നുണ്ട്. അനുമോൾ അവളെ നീ എന്താ ചെയ്തത്, നീ എന്തിനാണ് ഞങ്ങളുടെ ഈ കുടുംബത്തിലൊരു പെൺകുട്ടിയുടെ കല്യാണം മുടക്കിയത്, 10 തലമുറ നീ ആ ശാപം അനുഭവിക്കും എന്നൊക്കെ ഗോമതി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലോക് ഞാൻ നല്ല പ്രവൃത്തി അപ്പച്ചി ചെയ്തത്, നിങ്ങൾ എന്നെ തല്ലണം എന്തിനാന്നൊക്കെ പറഞ്ഞു, അവൾക്കാണ് എന്നെ വേണം, ഞാനില്ലാണ്ട് അവൾക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അലോക് നല്ലവനായിട്ടുള്ള ഒരു ആക്ടിങ്ങാണ് ചെയ്യണത്. സത്യം പറഞ്ഞാൽ അലോകിൻ്റെ അമ്മയ്ക്കും അച്ഛനും വലിയച്ഛനും ഒക്കെ അറിയാം അവൻ നമ്പറാണെന്നുള്ളത്. കാരണം വാ തുറന്ന കള്ളത്തരേ പറയുള്ളൂ, കള്ളത്തരം മാത്രമേ കയ്യിലും ഉള്ളൂ. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അലോകിൻ്റെ. പക്ഷെ അതൊന്നും അനുവിൻ്റെ വീട്ടുകാർ വിശ്വസിക്കാനേ നിന്നില്ല. നീ വാ തുറന്ന് എന്തിനാണ് ഇങ്ങനത്തെ കള്ളത്തരം പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഗോമതിയും ആനന്ദും ജീവനും ഒക്കെ നല്ല അടി കൊടുക്കുകയാണ് കേട്ടോ അലോകിനിട്ട്. അപ്പോൾ അത് കുറേ കഴിഞ്ഞ സമയത്താണ് നമ്മുടെ അനുമോൾ പുറത്തിറങ്ങണത്. അനുമോളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും അതിശയപ്പെടുകയാണ്. കാരണം വേറൊന്നുമല്ല, അനുമോൾ പുറത്തിറങ്ങിയപ്പോൾ അനുമോളുടെ നെറ്റിയിൽ സിന്ദൂരം, പിന്നെ ഒരു താലിയും. ഇത് കണ്ട് അലോക് പോലും അതിശയിച്ച് പോവുകയാണ്. എന്താ ഇത് നടന്നത്, അലോകിന് പിടുത്തം കിട്ടുന്നില്ല. ഇതിപ്പോൾ അലോകിൻ്റെ തലയിൽ കുരിശായ കണക്കാണ്. കാരണം അനുവിനെ ഭയങ്കര ഈ കല്യാണം മുടക്കി ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോവുക എന്ന ഉദ്ദേശത്തോടെയാണ് അലോക് ഈ പദ്ധതി ചെയ്തത്. പക്ഷേ ഇതിപ്പോൾ അലോകിന് 8 പണി കിട്ടി. കാരണം അലോകിനെ ഇനി എന്തായാലും അനു വിടാൻ തീരുമാനിച്ചില്ല. എന്തായാലും തൻ്റെ ജീവിതം അവൻ കളഞ്ഞു, ഇനി എന്തായാലും എൻ്റെ പരിധി കിട്ടി തന്നെ ഞാൻ അവനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പദ്ധതിയോടുകൂടി അനുമോൾ ആ താലി എടുത്തിട്ട് ഒരു കുങ്കുമൊക്കെ തേച്ച് ഇങ്ങനെ കറന്നിറങ്ങി വരികയാണ്. ഇത് കണ്ടത് ഗോമതി ചെന്നിട്ട് നമ്മുടെ അനുമോളെ തല്ലാണ്. കാരണം എന്തെന്ന് വെച്ചാൽ അനുമോളെ അടിക്കുകയാണ്. കാരണം നീ എന്ത് പണിയാണ് കാണിച്ചത്, നിൻ്റെ ഒരു കല്യാണം നിൻ്റെ ആങ്ങളമാരും അച്ഛനും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നിനക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ഒരുക്കങ്ങളാണ് ഒരുക്കിയത്. നിനക്ക് ജീവനെ ഇഷ്ടമാണെന്നും അലോകിനെ ഇനി ഞാൻ മുഖത്ത് പോലും നോക്കില്ല എന്ന് പറഞ്ഞവൾ ഇപ്പോൾ അലോകിൻ്റെ വിവാഹവും കഴിച്ച് ഞങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കണം. പക്ഷേ അലോക് അന്തം വിടുകയാണ്. ഇതൊരിക്കലും അലോക് പ്രതീക്ഷിക്കാതെ അലോകിൻ്റെ ഒരു ട്വിസ്റ്റാണ് അലോകിന് സംഭവിച്ചത്. കാരണം വെച്ചാൽ അനുമോൾ എന്താ ഈ കാണിച്ചേക്കണേന്ന് അലോകിന് പോലും ഒരു പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെ അനുമോൾ വന്ന് പറഞ്ഞു ഒരു പ്രത്യേക എനിക്ക് അലോക് ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല, അച്ഛനും അമ്മയും ഏട്ടന്മാരും ഒക്കെ എന്നോട് ക്ഷമിക്കണം, ഞങ്ങളുടെ വിവാഹം ഇന്ന് അമ്പലത്തിൽ വെച്ച് കഴിഞ്ഞു എന്നൊക്കെ പറയണേ. അപ്പോഴേക്കും നമ്മുടെ ആനന്ദ് പറയും എന്ത് കഴിഞ്ഞു എന്ന്, നീ മര്യാദയ്ക്ക് അവനെ ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വന്നേ അനുമോളെന്ന് പറയാം. അപ്പം നമ്മുടെ ജീവൻ്റെ അമ്മ ചോദിക്കണം, അല്ല ഇനിയിപ്പോൾ അവൾ വന്നിട്ട് ഇവിടെ എന്തിനാ, എൻ്റെ മകൻ എന്തായാലും ഇനി നിങ്ങളുടെ അനിയത്തിയെ പെങ്ങളെ വേണ്ട, അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ മുതൽ ഒരു കാമുകൻ്റെ കൂടെ പോയി ഇന്ന് താലിയും കെട്ടി വന്നിട്ട് ഇനി എൻ്റെ മോൻ കെട്ടണോ, അത് ശരിയായ ഒരു ചോദ്യമല്ല, അവർ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യം. അങ്ങനെ അനുമോൾ പറഞ്ഞു ജീവ ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ്, പക്ഷേ എനിക്ക് എന്തോ അവസാന നിമിഷങ്ങൾ അലോക് ഇല്ലാണ്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു, അതുകൊണ്ടാണ് ഇന്ന് അമ്പലത്തിൽ വെച്ച് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്, ജീവനും കുടുംബവും ക്ഷമിക്കണം എന്നൊക്കെ അനുമോൾ പറയണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബാലൻ അങ്ങോട്ട് വന്നു. അതെ നിന്നോട് എനിക്ക് ജീവ മോനെ നിന്നോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, പക്ഷേ എങ്കിലും ഞാൻ അനുവിനോട് ചോദിക്കുകയാണ്, നീ എവൻ കെട്ടിയ ഈ താലി പൊട്ടിച്ചെറിഞ്ഞിട്ട് വരികയാണെങ്കിൽ നിനക്ക് ഇനി ഈ വീട്ടിൽ കയറാം, ഇല്ലെങ്കിൽ ഇനി നിൻ്റെ സ്ഥാനം പടിക്ക് പുറത്താണ്, മനസ്സിലായോ എന്നുള്ള രീതിയിൽ ബാലൻ ചങ്ക് പൊട്ടി അനുമോളടുത്ത് പറയണം. അനുമോൾ മനസ്സ് പിടിച്ചുകൊണ്ടാണ് അനുമോൾ ഇതൊക്കെ പെർഫോം ചെയ്യണം. കാരണം തൻ്റെ അച്ഛനും അമ്മയ്ക്കും താൻ കാരണം താൻ അറിയാണ്ട് തന്നെ കൊണ്ട് ഈ ഒരവസ്ഥ വരുത്തിച്ച അലോകാണ്. തൻ്റെ അച്ഛനും അമ്മയും എന്തുമാത്രം വിഷമിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അനുമോൾ പറഞ്ഞു, അച്ഛാ ഇത് അമ്പലത്തിൽ വെച്ച് കെട്ടിയ ഒരു താലിയാണ്, അത് പൊട്ടിച്ച് കളയാൻ എനിക്ക് പറ്റില്ല അച്ഛാ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ബാലൻ പറയും, അങ്ങനെയാണെങ്കിൽ ഇനി നീ ഈ പടിക്ക് പുറത്താണെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഗോമതി എന്നിട്ട് ബാലൻ അകത്ത് കയറി പോവുകയാണ്. പക്ഷേ പോകുന്നതിന് മുന്നേ ജീവനോടും കുടുംബത്തോടും ബാക്കി ബന്ധുക്കളോടും എല്ലാവരോടും ക്ഷമ പറഞ്ഞിട്ടാണ് പോണത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിപ്പിച്ച് ആക്കിയതിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞാണ് ബാലൻ അകത്ത് കയറി പോണത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഗോമതി പറഞ്ഞു, നീ ഒരു കാലത്തും കുണം പിടിക്കില്ലടി, ഞങ്ങളുടെ ശാപം നിന്നെ വിട്ട് ഒരിക്കലും പോകില്ല എന്ന് പറഞ്ഞ് ഗോമതി സ്വന്തം അമ്മ പോലും അനുമോളെ പ്രാകുന്ന ഒരു സിറ്റുവേഷനാണ് കേട്ടോ. പാപം അനുമോൾ ഇതൊക്കെ സഹിച്ചു നിന്നു, ഏട്ടന്മാരും അതുപോലെ തന്നെ ഏട്ടത്തിമാരും ഉൾപ്പെടെ. കാരണം അവരൊന്നും ഒരിക്കലും
ഒരിക്കലും അനുമോളെ ഒരു മകളെപ്പോലെയാണ് അവരൊക്കെ ലാളിച്ച് കൊഞ്ചിച്ച് ആക്കിയത്. കാരണം അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവർക്കങ്ങ് അവർ നിശ്ചലമായി പോണ ഒരവസ്ഥയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും അവളെ സമ്മതത്തോടു കൂടി ജീവനെ അവൾക്ക് ഇഷ്ടമാണ്, ഇനി അലോകുമായിട്ട് തനിക്കൊരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞ് കല്യാണ കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചിട്ട് ഈ ഒരു അവസരത്തിൽ അനുമോൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കൽ പോലും അവർ കരുതിയില്ല. അങ്ങനെ ഏട്ടത്തിമാർക്ക് പോലും അനുമോളെടുത്ത് വെറുപ്പായി പോകണം. അങ്ങനെ എല്ലാവരും അനുമോളെ ഒറ്റപ്പെടുത്തിയിട്ട് അവിടെ ഇട്ടിട്ട് അവർ അങ്ങ് ദേവമംഗലത്തോട്ട് കയറി പോകണം കേട്ടോ. അനുമോൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അപ്പോഴേക്കും നമ്മുടെ അലോക് അനുമോളെ വിളിച്ചിട്ട് മാറ്റി നിർത്തിയിട്ട്, എടി നീ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? നിന്നോട് ആരോട് ഈ താലിയൊക്കെ എടുത്ത് കെട്ടാൻ പറഞ്ഞത്? അതെ, നിങ്ങൾ മാത്രം എപ്പോഴും ജയിച്ചാൽ അതൊരു സുഖമുള്ളതല്ലല്ലോ എന്ന് അനുമോൾ അലോകിൻ്റെ അടുത്ത് പറയൂ കേട്ടോ. അലോകിന് ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എല്ലാവരും കണ്ടു, എല്ലാവരും അറിഞ്ഞു, അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയെന്നുള്ളതുമായി. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമ്മുടെ സാന്ത്വനം 2 വരുന്നത്. അവസാനം ഇനിയിപ്പോൾ വരാൻ പോണത് വേറൊന്നുമല്ല, നമ്മുടെ അനുമോളെ കൃഷ്ണമംഗലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. കാരണം അച്യുതനും അതുപോലെ അച്യുതൻ്റെ ചേട്ടനും ബാക്കി എല്ലാവർക്കും അനുമോളെ ഒരുപാട് ഇഷ്ടമാണ്. ഇന്ദിരാമക്ക് പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ അലോകിൻ്റെ ഭാര്യയായിട്ടാണെങ്കിലും ആ മോളെ അവിടെ നിലവിളക്ക് വെച്ച് സ്വീകരിക്കാനായിട്ട് അവർ ഒരുക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇനി വരുന്ന എപ്പിസോഡിൽ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇനിയിപ്പോൾ എന്തൊക്കെ ട്വിസ്റ്റുകളാണ് നമ്മുടെ ദേവമംഗലത്തും കൃഷ്ണമംഗലത്തും ഒക്കെ വരാൻ പോകുന്നത് എന്ന് കണ്ട് തന്നെ അറിയാം. പുതിയ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് കാത്തു തന്നെ ഇരിക്കാം. അപ്പോൾ ഒരു നല്ലൊരു ഈവനിങ് പറഞ്ഞുകൊണ്ട് നമ്മുടെ സാന്ത്വനം 2 നാളത്തെ പ്രൊമോ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.